അവിഹിതം എന്നുള്ള ഒരു ഗ്രൗണ്ട് കണ്ടുപിടിച്ചാലുണ്ടല്ലോ, അത് വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് സുപ്രീം കോർട്ട് ഇപ്പോൾ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ എന്താ പറയുക, റെക്കോർഡ് ദ ക്ലൻഡസ്റ്റൈൻ ടോക്സ്. അതിനുള്ള എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ എന്തെങ്കിലും നിങ്ങൾ വൈഫിൻ്റെ ഫോണിൽ വെച്ചിട്ട് അത് കൊണ്ടുവന്ന് കൊടുത്താലും അവരെടുക്കും. അപ്പോൾ പലരും ഇതിനകത്ത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഹസ്ബൻഡിനെ വേണം, കാരണം പേയ്മെൻ്റ് ഒക്കെ ഹസ്ബൻഡാണ് നടത്തുന്നത്, ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും വേറെ ഒരു കാമുകനെ വേണം, കാരണം ഹസ്ബൻഡിന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ശാരീരിക അവസ്ഥയല്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ള എന്താ പറയുക പൂക്കളെ തേടി പോകുന്നതിൽ നിങ്ങൾ ഹസ്ബൻഡ്സ് അതിൽ ഇടപെടാൻ പാടില്ല എന്ന് ഭാര്യമാരും വൈസി വേഴ്സ ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സാഹചര്യങ്ങളിൽ എങ്ങനെ ഡൈവോഴ്സ് മേടിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. വെറുതെ അങ്ങ് പറഞ്ഞ് ചെന്നാൽ ചിലപ്പോൾ കിട്ടില്ലല്ലോ, പ്രൂഫ് വേണ്ടേ. അപ്പോൾ ഇത്തരത്തിൽ പ്രൂഫ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അതൊരു അവലോകനമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, വിവാഹബന്ധം ഒഴിയാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ നിങ്ങളുടെ തന്നെ ഈ എന്താ പറയണേ, ഹോർമോൺസ് ഒക്കെ ഹേവെയറായി പോകും. പല പല രീതിയിലായിരിക്കും നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു മൊറാലിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ ലൂസ് ചെയ്യുന്നത് ഒരു മൊറാലിറ്റി ആയിരിക്കും. സ്ത്രീകളോടാണ്, ബി എ ഹൈ വാല്യൂ വുമൺ. ഫസ്റ്റ് നിങ്ങൾ ആ മൊറാലിറ്റി കീപ്പ് ചെയ്യൂ. രണ്ടാമത്തെ കാര്യം, ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആവാം എന്നൊക്കെ ഒരു ലേഡി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ, നിങ്ങൾ അതൊക്കെ കേട്ട് റോങ് ഇംപ്രഷനിൽ പോകരുത്. ബിക്കോസ് ആ പറയുന്ന ആ ലേഡി ഉണ്ടല്ലോ, അവരതൊന്നും ചെയ്യാൻ തയ്യാറുമല്ല. അവർക്ക് നല്ലൊരു കുടുംബം ഉള്ളതാണ്. ഞാൻ പറയുന്ന ആരെ പറ്റിയാണ് നിങ്ങൾക്കറിയാം. ആ ഒരുപാട് വൈറലായ വീഡിയോ ആണ്. സോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്ന നിങ്ങളാണ് ഹൈ വാല്യൂ മാൻ ആൻഡ് വുമൺ ആകുന്നത്. ഡു യു വോണ്ട് ടു ബി എ ഹൈ വാല്യൂ മാൻ ആൻഡ് വുമൺ ഓർ ഡു യു വോണ്ട് ടു ബി എ ലോ ഗ്രേഡ് പേഴ്സൺ? അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇങ്ങനത്തെ 1 മിനിറ്റിൽ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ കുറച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മാനസികാരോഗ്യവും ശ്രദ്ധിക്കൂ. ഇത്തരത്തിലുള്ള ഈ 1 മിനിറ്റ് ഗിമിക്സിൽ നിങ്ങൾ പോയി ചേരരുത് കേട്ടോ. പ്ലീസ് ലിസൺ ടു മീ ഇൻ എന്താ പറയണേ, നല്ല മനസ്സോടുകൂടി ഞാൻ പറയുന്നത് കേൾക്കൂ. ഓക്കെ, ബൈ.